കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയുന്ന ജ്യോതിഷ വിഷയം ഒരു പ്രത്യേക വിഷയമാണ്. ബന്ധന യോഗം എന്നാണ് പറയുന്നത്. എല്ലാ ജാതകത്തിലും ഇത് ഉണ്ടായിന്ന് വരില്ല കേട്ടോ. ചില ജാതകങ്ങളിൽ ഉണ്ടാവും ബന്ധനം. അതായത് ബന്ധനം എന്ന് പറഞ്ഞാൽ അത് പല വിധത്തിലുണ്ട്. അതായത് കയ്യിൽ വിലങ്ങ് വീഴാൻ യോഗമുള്ളത് എന്ന് മാത്രം ധരിക്കരുത്. കാരണം കയ്യിൽ വിലങ്ങിട്ടാൽ അത് ബന്ധനമാണ്, അത് ശരിയാണ്. അപ്പൊ വിലങ്ങ് വീഴാൻ വേണ്ടിയുള്ള യോഗം എന്ന് മാത്രം നമ്മൾ ധരിക്കരുത്. വേറെ പല വിധത്തിലും ബന്ധനങ്ങൾ വരാം. ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ ജാതകങ്ങളൊന്ന് പരിശോധിക്കാൻ ആർക്കെങ്കിലും ഒന്ന് അവസരം കിട്ടുകയാണെങ്കിൽ അപ്പോൾ അറിയാം അവരുടെ ജാതകത്തിൽ ബന്ധന യോഗമുണ്ടോ. കാരണം ഏതെങ്കിലും വിധത്തിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് ബന്ധന യോഗത്തിന്റെ ആ അനുഭവം അവന് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവന് അങ്ങനെ ഈ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ ഇട വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ചിലർക്ക് 7.5 ശനി കാലത്ത, അല്ലെങ്കിൽ കണ്ടക ശനി കാലത്ത, അല്ലെങ്കിൽ ജാതകത്തിലെ ശനിദശ കാലത്ത ഇതൊക്കെ ബന്ധനം വന്നു ചേരാം. ഈ സമയത്തൊക്കെ ശനീനെ സംബന്ധിച്ച് ഈ ബന്ധന യോഗമായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പൊ 7.5 ശനിക്കാലത്തോ കണ്ടക ശനിക്കാലത്തോ അല്ലെങ്കിൽ ശനിദശ ജാതകത്തിലെ ശനിദശയുടെ കാലങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ അപഹാര കാലങ്ങളിലോ ഒക്കെ ഇങ്ങനെ ബന്ധന യോഗം ചിലപ്പോൾ വരാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയ്യിൽ വിലങ്ങ് വീഴുന്നത് മാത്രമല്ല ബന്ധനം, വേറെ പല വിധത്തിൽ ബന്ധനം വരാം. അല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് മാത്രമോ ബന്ധനമാകണമെന്നില്ല. ഇപ്പൊ ഒരാളൊരു വീട്ടു തടങ്കലിലാണ്, അത് ബന്ധനമല്ലേ? ഒരാളൊരു വീട്ടു തടങ്കലിലാണ്, അത് ബന്ധനമാണ്. ചില ചില കാര്യങ്ങളിൽ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ചില കുട്ടികളെയൊക്കെ പിടിച്ച് വീട്ടിൽ പൂട്ടിയിടും, ഇല്ലേ? ചിലപ്പോൾ ദിവസങ്ങളോളം പൂട്ടിയിട്ട് ഭക്ഷണം കൊടുത്ത ആൾക്കാരുണ്ടാവും, അതും ബന്ധനമാണ്. ജാതകത്തിൽ പല വിധത്തിൽ ബന്ധനം വരാം. എന്തിന് ഈ ഭരണകർത്താക്കൾ തമ്മിൽ ബന്ധനം വരാറുണ്ട്, ഇല്ലേ? ഭരണകർത്താക്കൾ. കാരണം ചില രാജ്യങ്ങളിൽ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വളരെ കുറവാണ്, ചില രാജ്യങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? കാരണം എന്താണ്, ഒരു ഭരണം മാറിയ അല്ലെങ്കിൽ ഒരു ഭരണം വേറെ ആൾ പിടിച്ചെടുത്താൽ ആ ഭരിച്ചിരുന്ന ആ നേതാക്കന്മാരെ വീട്ടു തടങ്കലിലാക്കി ബന്ധിച്ചു വെക്കും, ഇല്ലേ? അതൊരു ബന്ധനമല്ലേ? അങ്ങനെ വരാം. ചില ആൾക്കാർ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി ചിലവരെ തട്ടിക്കൊണ്ടുപോയി ബന്ധനത്തിലാക്കും, ഇല്ലേ? അങ്ങനെ ബന്ധിക്കും അവര്, അതും ബന്ധനമാണ്. അങ്ങനെ പല വിധത്തിൽ ഒരു മനുഷ്യന് ഈ ബന്ധന യോഗം പല വിധത്തിൽ വരാം. അത് ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കൂടുതലും വരാവുന്നത് ഈ ജാതകത്തില് ശനിദശ അനുഭവിക്കുന്ന കാലത്താണ് അത് കൂടുതൽ വരാൻ സാധ്യത. അതുമല്ലെങ്കിൽ 7.5 ശനി കണ്ടക ശനി അല്ലെങ്കിൽ അതേപോലുള്ള ശനിദശ കാലത്തൊക്കെ ഇതുപോലെയൊക്കെ വരാം. എപ്പോഴാണെങ്കിലും ബന്ധന യോഗം ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ യോഗം നമുക്ക് വന്നു ചേരും. അക്കാര്യത്തിൽ ഒരു സംശയവും. ജാതകത്തിൽ ബന്ധന യോഗം ഉണ്ടോ, അത് കിട്ടും. അപ്പൊ ഈ ജാതകത്തില് മേടം, ചിങ്ങം, ഇടവം ഇവയിൽ ഒന്ന് ലഗ്നമാകുകയും ലഗ്നത്തിൽ ശനിയോ ചൊവ്വയോ നിൽക്കുകയും ചെയ്താൽ ഇവർ ഒരു കാലത്ത് ബന്ധനസ്ഥനാകാൻ ഇടയുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. ജാതകത്തില് മേടം, ചിങ്ങം, ഇടവം ഇവയിൽ ഒന്ന് ലഗ്നമാകുകയും ലഗ്നത്തിൽ ശനിയോ ചൊവ്വയോ നിൽക്കുകയോ ചെയ്താൽ ഇവർ ഒരു കാലത്ത് ബന്ധനത്തിൽ വരും. അങ്ങനെ ബന്ധന യോഗം ഇവർക്കുണ്ടാവും. അത് അനുഭവിച്ചിട്ടുണ്ടാവും, പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെയുള്ള അതേപോലെ ലഗ്നത്തിൽ നിന്നും 7, 9, 5 എന്നീ ഭാവങ്ങളിൽ പാപന്മാർ നിന്നാൽ വിദേശത്ത് ബന്ധനം വരാം എന്നാണ് പറയുന്നത്. ലഗ്നത്തിൽ നിന്നും 7, 9, 5 എന്നീ ഭാവങ്ങളിൽ പാപന്മാർ നിന്നാൽ വിദേശത്ത്, അതായത് വിദേശം എന്ന് പറഞ്ഞാൽ നമ്മ ഗൾഫിൽ തന്നെ ആകണമെന്നില്ല കേട്ടോ. സ്വദേശം വിട്ട് ഏത് ദേശത്ത് വന്നാലും അത് വിദേശമാണ്.
അപ്പൊ വിദേശത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ വിദേശത്ത് ബന്ധനം വരാം അവർക്ക്, അങ്ങനെയാകാം ഇല്ലേ? പലരും ഗൾഫിലൊക്കെ പോയിട്ട് അവിടെ ജയിലിലൊക്കെ കിടക്കേണ്ട അവസ്ഥ ഒക്കെ വന്ന് ചേരാറില്ലേ? അതൊക്കെ അവരുടെ ജാതകത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ടാണ് തീർച്ചയായിട്ടും. അപ്പൊ ബന്ധനയോഗം വിദേശത്ത് വെച്ച് ബന്ധനയോഗം ഉണ്ടാകും, അങ്ങനെയും വരാം. അതേപോലെ തന്നെ ലഗ്നത്തിൻ്റെയും ചന്ദ്രന്റെയും 12-ൽ ശനി നിന്നാൽ ബന്ധനസ്ഥനാവും. അതായത് ലഗ്നത്തിന്റെയും ചന്ദ്രന്റെയും 12-ൽ, അതായത് പാപസ്ഥാനമായ 12-ൽ ശനി നിന്നാൽ, ലഗ്നാലോ ചന്ദ്രാലോ 12-ൽ ശനി നിന്നാൽ അവന് ബന്ധനയോഗം ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊക്കെ കോമൺ ആയിട്ട കാര്യം, എല്ലാവർക്കും ഇത് വന്ന് സംഭവിക്കണമെന്നില്ല കേട്ടോ. ഒരുത്തന്റെ ഈശ്വരാധീനം എങ്ങനെയുണ്ടോ അതേപോലെ കാര്യങ്ങൾ വരുള്ളൂ. എന്നിരുന്നാലും ഏതാണ്ട് 90% ഈ യോഗം ഉണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ബന്ധനസ്ഥിൽ വരാം. ഇതാണ് ബന്ധനയോഗം എന്ന എൻ്റെ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ വിഷയ സംബന്ധമായി ബന്ധനയോഗത്തെ സംബന്ധിച്ച് എന്ത് കാര്യം അറിയുന്നതിനും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ജാതകത്തിൽ അങ്ങനെ ഒരു ബന്ധനയോഗം നിങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് നോക്കി പറഞ്ഞു തരുന്നതാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. അപ്പം ഞാൻ ഈ വിഷയം ഞാനിവിടെ ഇന്ന് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.